യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ അവസാന സ്ഥലത്തെക്കുറിച്ചാണ്, 14-ാം സ്ഥലത്തെക്കുറിച്ചാണ്. അവിടെ നമ്മൾ കാണുന്നത് മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്ന ഭാഗമാണ്. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. നമുക്കറിയാം, ആ കല്ലറ എന്ന് പറയുന്നത് അവസാന വാക്കല്ല. പിന്നീട് 3-ാം ദിനം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില പാപത്തിൻ്റെ കല്ലറകളുണ്ടാകാം, രോഗങ്ങളുടെ കല്ലറകളുണ്ടാകാം, ചില അസ്വസ്ഥതകളുടെ, പ്രതിസന്ധികളുടെ കല്ലറകളുണ്ടാകാം, ചില തടസ്സങ്ങളുടെ, ബന്ധനങ്ങളുടെ കല്ലറകളുണ്ടായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ട മകനെ, മകളെ, അതൊരു അവസാനത്തൊരു കാര്യമല്ല. അതിനുശേഷം ഒരു ഉത്ഥാനമുണ്ട് എന്നൊരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. യേശു നടന്നു നീങ്ങിയ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ നടന്നു നീങ്ങുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്കറിയാം, ഈ കുരിശിന് ശേഷം, മരണത്തിന് ശേഷം ഒരു ഉത്ഥാനം ഈശോയ്ക്കുണ്ടായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ടായിരിക്കാം. നീ കുരിശെടുത്ത് തന്നെയായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്. ചിലപ്പോൾ രോഗങ്ങളുണ്ടാകാം, അസ്വസ്ഥതകളുണ്ടാകാം, തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, എന്തുമായിക്കൊള്ളട്ടെ, പലവിധ കല്ലറകൾ. പക്ഷേ അതിൽ നിന്നെല്ലാം നിനക്കൊരു ഉയർപ്പ് നൽകാൻ കഴിയുന്ന കർത്താവുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ ജീവിതത്തിൽ ഈ കുരിശെടുക്കാനും അതുപോലെ സഹനങ്ങൾ സ്വീകരിക്കാനും ഈശോയ്ക്ക് ശക്തിയായിട്ട് തീർന്നത് പിതാവായ ദൈവം 3-ാം ദിവസം എന്നെ ഉയർപ്പിക്കും എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. അത് ദൈവപിതാവിനുള്ള ഈശോയുടെ വിശ്വാസമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സഹനമായിരിക്കാം, വേദനയായിരിക്കാം, കണ്ണുനീരായിരിക്കാം, പാപാവസ്ഥകളായിരിക്കാം, പലവിധ പാപങ്ങളുടെ കല്ലറകളിലായിരിക്കാം. എങ്കിൽ തന്നെ നമുക്കൊരു വിശ്വാസം വേണം. ഇന്നല്ല നാളെ, അല്ലെങ്കിൽ 3-ാം ദിവസം പിതാവായ ദൈവം ഈശോയെ ഉയർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ട്. ദൈവം എനിക്കൊരു ഉത്ഥാനം നൽകും, ഒരു ഉയർപ്പ് നൽകും. ഈ ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധികളിലേക്ക് നോക്കാതെ, ഇന്നത്തെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ, മരണത്തിന് ശേഷം, കുരിശിന് ശേഷം ഒരു ഉത്ഥാനം നൽകുന്ന ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാൻ, നിരാശ കൂടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞല്ലോ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇന്നല്ല നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ കർത്താവ് ഒരു ദിവസം നിന്നെയും ഉയർപ്പിക്കും, നിൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കും. ഈ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലെ ഈ 14-ാം സ്ഥലം, ഈ കല്ലറയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ഓർമ്മയിലുണ്ടാകുക, ഇത് അവസാനമല്ല, ഇനി എനിക്ക് ജീവിതമുണ്ട്, ഈ ലോകജീവിതത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ എപ്പോഴും പ്രത്യാശയോടുകൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ കുരിശിൻ്റെ വഴി നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധരിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലങ്ങളൊക്കെ ധ്യാനിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഈ ദിവസങ്ങളിലൊക്കെ ഈ കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ഈശോ കരുണയായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ കുരിശിൻ്റെ വഴി ഓരോ സ്ഥലവും ധ്യാനിച്ച് പ്രാർത്ഥിച്ച ഈ മക്കളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രത്യേകമായി നിയോഗങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെയും കുടുംബത്തിലെയും തടസ്സങ്ങൾ കർത്താവെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.